രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നതാണ്. മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മൂന്നാം ബലാത്സംഗ പരാതിയിൽ അറസ്റ്റിലായിട്ടുള്ള പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിന് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു. അറസ്റ്റിലായി 18-ാം നാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മൂന്നാമത്തെ ബലാത്സംഗ പരാതിയിൽ അറസ്റ്റിലായി 18-ാം നാൾ പുറത്തേക്ക് ഇറങ്ങുന്നു. അല്പസമയത്തിനകം ബെയിൽ ഓർഡർ ജയിലിലേക്ക് എത്തുന്ന മുറയ്ക്കായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുക. ജാമ്യത്തിന്റെ ഉപാധികൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള വിവരങ്ങൾ കുറച്ചുകൂടി സമയം കാത്തിരുന്നാൽ മാത്രമാണ് നമുക്ക് ലഭ്യമാവുക. അന്വേഷണം പാതി വഴിയിൽ എത്തി നിൽക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു. ജാമ്യം നൽകരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിച്ചിരുന്നതാണ്. മാത്രമല്ല പ്രോസിക്യൂഷൻ ഒരു ഘട്ടത്തിൽ നൽകിയ ഡിജിറ്റൽ തെളിവുകളുടെ ആധികാരികത സംബന്ധിച്ച സംശയങ്ങൾ പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരുന്നല്ലോ. അത് പരിഗണിച്ചല്ലേ കോടതി ഈ ജാമ്യ ഹർജിയിൽ വിധി പറയാൻ മാറ്റിവെച്ചത്? ഇതിനകത്ത് പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്ന പല കാര്യങ്ങളുമുണ്ട്. ഇതിനകത്ത് ശാസ്ത്രീയമായിട്ടുള്ള എല്ലാ തെളിവുകളും കോടതിയുടെ പരിഗണനയ്ക്ക് വരണം, അത് പരിശോധിക്കപ്പെടണം എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് പ്രതിഭാഗം പറഞ്ഞിരുന്നത് ഈ പരാതിയിൽ പറയുന്ന പല കാര്യങ്ങളും കള്ളമാണ്, ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ലൈംഗിക ബന്ധം നടന്നത്, ഈ പരാതിക്കാരിയാണ് മുറിയെടുത്തത്, അതല്ലാതെ മറ്റു പല കാര്യങ്ങളും പറയുന്നത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വ്യാജമായിട്ട് പരാതിയിൽ പറയുന്ന പല കാര്യങ്ങളും വ്യാജമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രതിഭാഗം കോടതിയിൽ പറഞ്ഞിരുന്നത്. അങ്ങനെ മറ്റു പല കാര്യങ്ങളും സാഹചര്യ തെളിവുകളുമൊക്കെ പ്രോസിക്യൂഷൻ കോടതിയിൽ നിരത്തിയിരുന്നുവെങ്കിൽ പോലും പ്രതിഭാഗത്തിന്റെ പല വാദങ്ങളും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നൽകിയിട്ടുള്ളത്. അറസ്റ്റിലായി 18-ാം നാൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിൽ മോചിതനാകും. ഇതിനകത്ത് മൂന്നാമത്തെ ബലാത്സംഗ പരാതിയിൽ അതിഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിജീവിത പരാതിയിൽ പറഞ്ഞിരുന്നത്. തന്നെ അതിക്രൂരമായിട്ടുള്ള പീഡനത്തിന് ഇരയാക്കി അതിനുശേഷം വലിയ തരത്തിൽ ഭീഷണിപ്പെടുത്തി എന്നുള്ള തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ അതിജീവിത ഈ പരാതിയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി രാഹുലിന് ജാമ്യം നിഷേധിച്ചത്. എന്നാൽ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും രാഹുലിന് ഇവിടുന്ന് ജാമ്യം കിട്ടും എന്നുള്ളൊരു കാര്യം പ്രതിഭാഗം പറഞ്ഞിരുന്നതാണ്. മജിസ്ട്രേറ്റ് കോടതിയുടെ സ്റ്റിക്ക് ഓൺ ചെയ്തുള്ള ഭാഗത്തേക്ക് അവർ പോകില്ല എന്ന് പറഞ്ഞിരുന്നു. എന്തായാലും സെഷൻസ് കോടതിയിലേക്ക് വരുമ്പോൾ അവിടെ വലിയ തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ നടക്കുന്നു. 2 തവണയാണ് രാഹുലിന്റെ ജാമ്യാപേക്ഷയിൽ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിൽ വാദപ്രതിവാദം ഉണ്ടായത്. പ്രതിഭാഗവും പ്രോസിക്യൂഷനും വലിയ തരത്തിലുള്ള വാദം സെഷൻസ് കോടതിയിൽ നടത്തി. അതിനൊടുവിലാണ് ഇന്നിപ്പോൾ രാഹുലിന്റെ ജാമ്യ ഹർജിയിൽ വിധി പറയാൻ വേണ്ടിയിട്ട് മജിസ്ട്രേറ്റ് ജഡ്ജി N ഹരികുമാർ ഇന്നത്തേക്ക് മാറ്റിവെച്ചത്. ആദ്യ കേസായിട്ട് തന്നെയാണ് രാഹുലിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുകയും ചെയ്തത്. ഇതിനകത്ത് വാദിഭാഗത്തിന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം പൂർത്തിയായിരുന്നു. അതിനകത്ത് ഫസ്റ്റ് കോടതി ചേർന്ന് ആദ്യ കേസായി പരിഗണിച്ചു. അതിനകത്ത് ജാമ്യം അലൗഡ് എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് ജഡ്ജി N ഹരികുമാർ പറഞ്ഞത്. ഇനിയിപ്പോൾ ഈ ജാമ്യ വ്യവസ്ഥയിൽ അല്ലെങ്കിൽ ഈ ജാമ്യം നൽകുന്ന കാര്യത്തിനകത്ത് എന്തൊക്കെ ഉപാധികളുണ്ട്, ഏതൊക്കെ രീതിയിലുള്ള നിബന്ധനകൾ വെച്ചുകൊണ്ടാണ് രാഹുലിന് ജാമ്യം അനുവദിച്ചത് എന്നുള്ള കാര്യങ്ങൾ കൂടി അറിയണം. കാരണം അന്വേഷണവുമായിട്ട് പൂർണ്ണമായിട്ട് സഹകരിക്കേണ്ടി വരും. അതിജീവിതനെ ഏതെങ്കിലും തരത്തിൽ ഭീഷണിപ്പെടുത്താനോ തെളിവുകൾ നശിപ്പിക്കാനോ മറ്റാരെങ്കിലും സ്വാധീനിക്കാനോ ചെയ്യാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ജാമ്യം നൽകിക്കൊണ്ടുള്ള ഉപാധിയിലുണ്ടാവും.